കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആവണി സ്മോക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫ് ആയിട്ടിരിക്കല്ലേ? നമ്മളും സേഫ് ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അതേപോലെ ഞാൻ ഇവിടെ ചെടി നനച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിട്ട് നല്ലൊരു അടിപൊളി മഴ പെയ്തു. എന്തായാലും ഒരു നല്ല അടിപൊളിയായിട്ട് ഒരു മഴ പെയ്ത് തോന്നിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്, അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു മഴ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, ലക്ഷണമൊക്കെ കണ്ടിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു മഴ എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എല്ലാവർക്കും ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഒരു മഴ കിട്ടിയതുകൊണ്ട് നമ്മുടെ ചെടിയൊക്കെ ഇപ്പൊ ഇത്രയും ദിവസം നല്ല വേനൽക്കാലമായിരുന്നു. വേനൽക്കാലം ഇപ്പോഴും വേനൽക്കാലം തന്നെയാണ്, അങ്ങനെയല്ല. എന്നാലും ചെടി ഫുൾ അടിഞ്ഞു നല്ല രീതിയിൽ ഉണങ്ങിയ ഒരു രീതിയിലൊക്കെ നിൽക്കുമായിരിക്കുമല്ലോ എത്രത്തോളം നനച്ചു കൊടുത്താലും. അപ്പൊ ഈ ഒരു മഴ കിട്ടിയതുകൊണ്ട് തന്നെ ചെടിക്കൊക്കെ നല്ല രീതിയിലൊരു ഉഷാറും അതുപോലെ നല്ല തണുപ്പൊക്കെ ചെടിയുടെ ചുവട്ടിലൊക്കെ നല്ല രീതിയിലൊരു തണുപ്പൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് തന്നെ വരും. അപ്പൊ എന്തായാലും ഈ ഒരു മഴയുടെ എഫക്ട് എന്തായാലും 2 ദിവസം ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ശക്തിക്ക് തന്നെ പെയ്തു. അപ്പോൾ തന്നെ രാത്രി എന്തായാലും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ട് നമുക്കൊന്നൊരു പ്ലാന്റ് നടാട്ടോ. കാരണം ഇപ്പോൾ ഒരു മഴയൊന്ന് തോർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മഴ എപ്പോൾ വേണമെങ്കിൽ പെയ്യാട്ടോ. ചെറിയ രീതിയിലൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു മഴ വരുന്നതിന് മുന്നേ നമുക്ക് ഒരു പ്ലാന്റ് കൂടി നട്ടാലോ. നമുക്ക് പ്ലാന്റ് നടാന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ നടാൻ വേണ്ടി പോണത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്തായാലും കറക്റ്റ് ടൈമിന് തന്നെ എൻ്റെ കയ്യിൽ ഏട്ടനെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആളിപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ കൊടുന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നല്ല മഴയും കൂടി പെയ്തുകൊണ്ട് നമ്മൾ ഇന്നത് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നമ്മൾ എത്രത്തോളം വെള്ളം നനച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രകൃതിയിൽ നിന്ന് ഇടുന്ന ഒരു മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനത്തേക്ക് ഒരു ടൈമിൽ നമ്മൾ ചെടിയൊക്കെ നടുകയാണെങ്കിൽ അത് അതിനനുസരിച്ച് തന്നെ ആ ഒരു കരുത്തോടെ അങ്ങ് വളർന്നോളൂ. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരുപാട് തൈകളുണ്ട്. എന്തായാലും നമുക്കിത് നടുന്ന രീതി എന്തായാലും നമുക്ക് കാണാം. അതേപോലെ നോക്കും മഴ പെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്ലാന്റ് നടാന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു പ്ലാന്റ് ആട്ടോ നമ്മൾ നടാൻ വേണ്ടി പോകുന്നത്. ഏട്ടനിപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും കറക്റ്റ് ടൈമിന് തന്നെയാട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റ് കൈ കിട്ടിയിട്ടുള്ളത്. കാരണം നല്ലൊരു മഴ പെയ്ത് തോന്നിരിക്കുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ എത്രത്തോളം നനച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു മഴ പെയ്തിട്ടുള്ള ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വിത്തോ ചെടിയൊക്കെ നടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു വേറെ തന്നെയല്ല. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല കരുത്തോടെ മണ്ണിൽ പെറ്റി പിടിച്ച് വളരാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ ഇത് മാത്രമല്ല ഒരു അടിപൊളി സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ ഇന്ന് ഏട്ടൻ കൊടുന്നതിൽ. അപ്പോൾ നോക്കുക, ഇതാണ് അടുത്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് കൊടുന്നതിൻ്റെ കൈ തന്നപ്പോൾ ഞാൻ വേറെ ഞാൻ വിചാരിച്ചു നമുക്ക് അക്കോലി ഉണ്ടല്ലോ. അപ്പോൾ അക്കോലത്തിലാണ് എന്തെങ്കിലും മീൻ എന്തൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് മീനല്ലാതെ അതിലും വലിയൊരു സർപ്രൈസാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ താമരയാണ്. അപ്പോൾ താമരയുടെ ചെടി കൂടി ഏട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് നട്ടു വെക്കണം. അപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് നോക്കിയാലോ. ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഏട്ടൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഇലയാട്ടപ്പോൾ ഉള്ളത്. നമുക്ക് എന്തായാലും ഇതൊരു കുളത്തിലേക്ക് ഒന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ എന്തായാലും കുളമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ എന്തായാലും വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഒരുപാട് തൈകളുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് നടാം. അതേപോലെ തന്നെ എനിക്ക് ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ ഗൈസ്? അപ്പോൾ എനിക്ക് തോന്നിയതാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഷേപ്പ് ബട്ടർഫ്ലൈൻ്റെ പോലെ തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് പോലെ ഉണ്ട് അല്ലേ കണ്ടിട്ട്. അപ്പോൾ എന്താ കറക്റ്റ് പേരെന്നൊന്നും അറിയില്ല. എന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ല കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ അടിപൊളിയായിരിക്കും. എന്തായാലും നമുക്ക് ഒന്ന് പ്ലാന്റ് ചെയ്യാം. അപ്പൊ നേരത്തെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മുടെ മിറ്റമൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോട്ടിൽ കൂടെ ഒക്കെ വണ്ടിയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി ഇങ്ങനെ സിറ്റ് ഔട്ടിലേക്കും ഉള്ളിലേക്കും നല്ല രീതിയിൽ അടിച്ചു കയറാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ശക്തിക്ക് ഒരു മഴ പെയ്തിട്ടുണ്ടാവില്ല. ഈ ഒരു മഴയിൽ ആ ഒരു പൊടിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിറ്റത്തെ ആയാലും റോട്ടിലായാലും ഒക്കെ ഒരു പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ റോഡൊക്കെ നല്ല രീതിയിൽ നനഞ്ഞ് കിടക്കുകയാണ്. മാത്രമല്ല ഈ ഒരു മഴ പെയ്ത് തോർന്നതിന് ശേഷം നല്ല തണുത്തൊരു കാറ്റ് കൂടി വീശുന്നുണ്ട് കേട്ടോ. നാളെ വൈകുന്നേരം ആയി തുടങ്ങിയല്ലോ. നല്ല മഴ പെയ്തുകൊണ്ട് ഇന്ന് നമുക്ക് രാത്രി സ്പ്രിംഗ്ലർ ഒന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഫുൾ ടൈം സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കാറുണ്ടല്ലോ മാറ്റി മാറ്റിയിട്ട്. അപ്പോൾ വാഴ ഫുള്ളായിട്ട് നനഞ്ഞ് കുളിച്ചിരിക്കണം. അപ്പോൾ വാഴയുടെ ഇലകളൊക്കെ നോക്കി ഒരുപാട് ഇങ്ങനെ മഴത്തുള്ളിയൊക്കെ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ മഴ പെയ്ത് തോർന്നിട്ടുണ്ടെങ്കിലും. അതേപോലെ തന്നെ വാഴയുടെ ചൂടൊക്കെ നല്ല രീതിയിൽ തന്നെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇന്ന് നമുക്ക് സ്പ്രിംഗ്ലർ ഒന്നും വെക്കണ്ട. ഈ ഒരു ഭാഗത്ത് നടാട്ടോ. മണ്ണൊക്കെ നല്ല ലൂസായിട്ടുണ്ട്. നമുക്കിതാ ചെറിയൊരു കുഴി മതി. കാരണം നമുക്ക് ചെറിയൊരു പ്ലാന്റ് ആണല്ലോ. ഇനി എന്തായാലും ഇവിടെ നിന്ന് വളരട്ടെ. ആവശ്യത്തിന് കുറച്ച് മണ്ണൂടി ഇട്ട് വെച്ച് നമുക്കൊന്ന് ഉറപ്പിക്കാം. പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മൾ ഈ ഒരു ചെടി നട്ട് തീർന്നില്ല കേട്ടോ. അപ്പത്തേനും അടുത്ത മഴ വന്നിട്ടുണ്ടേ. അടുത്ത മഴ വന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്ലാന്റ് നട്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഏതൊരു പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കിനി എന്തായാലും വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണം. കാരണം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓൾറെഡി വെള്ളം കിട്ടിക്കോളും.
അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ വളർച്ചയും കാര്യങ്ങളും എങ്ങനെയാണെന്നൊക്കെ എന്താണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം. നല്ല തണുത്ത കാറ്റ് പോകുമ്പോൾ നല്ല രീതിയിൽ ചാറ്റൽ മഴ ഇപ്പോൾ ശക്തിയായി തുടങ്ങിയിട്ടുണ്ടാകും. എന്തായാലും ഇന്നൊന്ന് വീട്ടിൽ കയറട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പനി പിടിച്ചാൽ നമുക്ക് നാളെ വീഡിയോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.